ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് മിക്സഡ് ഫ്രൈഡ് റൈസാണ്. പ്രോൺസും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മിക്സഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ടൊരു 10-12 പ്രോൺസ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും 1/4 ടീസ്പൂൺ നമുക്ക് പെപ്പർ പൗഡർ, അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടൊന്ന് നല്ലപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ കൊഞ്ച് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചിക്കനും സെയിം നമ്മുടെ സോയാ സോസും പെപ്പർ പൗഡറും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഞാൻ ചിക്കൻ ഒരു കപ്പ് എടുത്തിട്ടുള്ള ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അതും ഇതേപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കൊഞ്ചും ചിക്കനും ഒക്കെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് തട്ടി കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ സോയാ സോസ് ചേർത്ത് കൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞ് പിടിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മുടെ പാത്രത്തിൽ ചെറുതായിട്ട് കരിഞ്ഞ് പിടിക്കുകയുള്ളൂ. നമ്മുടെ കൊഞ്ചും ചിക്കനും ഒന്നും ഇതുപോലെ കരിഞ്ഞ് പിടിക്കില്ല. അപ്പോൾ നമ്മുടെ പ്രോൺസ് റെഡിയായി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും, അതായത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം, പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനും ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീളമുള്ള അരിയാണ്. ഇത് നല്ലപോലെ കഴുകി ഞാൻ ഊറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 നാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അരി ഊറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓൾറെഡി നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 1/2 നാരങ്ങ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേവിച്ചെടുത്താൽ മതി, കൂടുതൽ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകണ്ട. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബീൻസും ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ബീൻസും ക്യാരറ്റും വേണമെന്നുള്ളത് അതനുസരിച്ച് എടുക്കാം. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ബീൻസും ക്യാരറ്റും ഒക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വലുതാക്കി എടുക്കാതെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്യാബേജ് ഒന്നും ഇടാതെ ബീൻസ് ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 3 മുട്ടയാണ് ചിക്കിയെടുക്കാം. അപ്പോൾ 3 മുട്ട നമുക്ക് വേണമെങ്കിൽ 4 5 മുട്ടയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് ചിക്കിയെടുക്കുകയാണ്, അതായത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. മുട്ട
മുട്ടയും നല്ലപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ വെജിറ്റബിൾസും ചിക്കൻ, പ്രോൺസ് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ആദ്യം ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ചിക്കനും നമ്മുടെ പ്രോൺസും അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ചിക്കിയത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് വെളുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണ്ട. സോസ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചോറ് മഞ്ഞ കളറിലൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് പൊടിഞ്ഞു പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മസാല എല്ലാം കൂടെ ഇതുപോലെ മുകളിലോട്ട് വരും. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചോറ് പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടെ വന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പുകയും എല്ലാം കൂടെ നമ്മൾ ആ ചോറിലൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ 5 മിനിറ്റ് പിടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ എന്ത് രസമല്ലേ പുകയൊക്കെ ഇങ്ങനെ പോണ കാണാനായിട്ട്. അപ്പം നമുക്കിതൊന്നും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ആ ഒരു സ്മോക്കിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം. നമ്മളിപ്പോൾ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കഴിക്കാം. കടയിൽ അജിനോമോട്ടൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. പക്ഷേ ഇതിൽ അതൊന്നുമില്ല. പക്ഷേ അതേ ടേസ്റ്റ് തന്നെ കഴിക്കാൻ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞങ്ങൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത് മാത്രം അത് ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് കഴിക്കാം. ചിലർ ഇതിൻ്റെ കൂടെ ചില്ലി ചിക്കനൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ സോസും കൂട്ടി കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.